കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖവൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖവൻ ഹൃദയത്തിലാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 ഇത് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ,
ദേവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാശ്വരുവാൻ ഇടയാക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 സ്തുതി, ആരാധന ആരാധന. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം, മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാവിയെ പല സഹോദരങ്ങളും സ്വാഭാവികമായ ഉത്കണ്ഠയോടുകൂടിയാണ് അതിനെ നോക്കുന്നത്. കാരണം എന്ത് സംഭവിക്കും,
എന്ന് നമ്മൾക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഉത്കണ്ഠ വരുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് വിശ്വാസിക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്. കേവലമായ ഒരു മനുഷ്യന് ഭാവിയെ നോക്കുമ്പോൾ രോഗം, വീട്, വിവാഹം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, സാമ്പത്തിക കടം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വകുപ്പ് നമ്മുടെ കൈവശമില്ലെന്ന് നമ്മൾക്കറിയാവുന്നത് കൊണ്ട് നമ്മളുടെ കപ്പാസിറ്റി നോക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഉത്കണ്ഠ വരും. അപ്പോൾ ഭാവിയെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനെ ഉണ്ടാകുന്നത് ഉത്കണ്ഠയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാണോ ആയിരുന്നോ എന്ന് നമ്മൾ തിരിച്ചറിയണത്. നമ്മളിപ്പോൾ വിശ്വാസിയാണെന്നുള്ളത് സ്വാഭാവികമായ ഒരു കൺവേയറിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ വിശ്വാസികളാണ്, ചുറ്റുമുള്ളവർ വിശ്വാസികളാണ്, അവർ പ്രാർത്ഥനാ ജീവിതമുള്ളവരാണ്, നമ്മളും പ്രാർത്ഥനാ ജീവിതമുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ധരിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെ പ്രത്യാശയാണ്. അപ്പോൾ ഈ പ്രത്യാശ നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണത് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾക്കുള്ള കാഴ്ചപ്പാട് എന്താണ്. ഭാവിയെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തിയാണോ? അപ്പോഴും നമുക്കറിയാൻ പറ്റും നമ്മുടെ വിശ്വാസം, നമ്മുടെ ഒരു പരിധി വരെ ജീവിക്കാൻ വേണ്ട വിശ്വാസം നമ്മൾക്ക് ഇല്ലാതിരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. പലരും സംഭവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസം നിത്യജീവൻ അടുത്ത കാര്യമാണ്, നിത്യജീവൻ അടുത്ത കാര്യമാണ്. പക്ഷേ ഒരു മനുഷ്യന് ബേസിക്കായിട്ട് ഈ ഭൂമിയിൽ വേണ്ടത് എന്താണ്? ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസമാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസം ജീവിത വിഷയങ്ങളിലെ, ഭാവി കാര്യങ്ങളിലെ നമ്മൾക്കുണ്ടാകുന്ന പ്രത്യാശയോ ഉത്കണ്ഠയോ അതനുസരിച്ചിരിക്കും ജീവിക്കാൻ വേണ്ടിയ വിശ്വാസം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഭാവിയെ നോക്കുമ്പോഴേ ഉത്കണ്ഠപ്പെടാതിരിക്കാനുള്ള വിശ്വാസം, ജീവിക്കാനുള്ള വിശ്വാസത്താൽ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ നിമിഷം എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മളുടെ സബ്ജക്റ്റ് ജീവിക്കാനുള്ള വിശ്വാസമാണ്. ഭൗതികമായ ജീവിതത്തിന് ആവശ്യമായ വിശ്വാസം. രണ്ടാമത്തത് നിത്യജീവൻ്റെ വിശ്വാസം. രണ്ട് വിഷയമാണ്. ഈ രണ്ട് വിഷയവും അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ജീവിതത്തിന് വേണ്ട വിശ്വാസവും നിത്യജീവിതത്തിന് വേണ്ട വിശ്വാസവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:36 തിരുവചനം.
21:36. സംഭവിക്കാനിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അപ്പം സംഭവിക്കാൻ പോകുന്നത് എന്ത് സംഭവിക്കാൻ പോയാലും, അതായത് 21:36 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം. അപ്പം സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 34:35 സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ വന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്തുള്ള എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, ഇപ്പോൾ കൊറോണ ആയാലും അതിൻ്റെ ജനൂസ് മാറി വരുന്ന സാഹചര്യമായാലും, കൊറോണ മൂലം ഉണ്ടാകുന്ന ബിസിനസ് തകർച്ച, തൊഴിൽ തകർച്ച, കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനം, വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമാധാനക്കുറവും, ജീവിതത്തിൽ അവർക്ക് ഭാവി ഒരു വിഹ്വലമായി നിൽക്കുന്ന അവസ്ഥകളും, ഇങ്ങനെയുള്ള ഓരോ ഈവൻസും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, സംഭവിക്കാതിരിക്കുന്ന വിഷയങ്ങളെന്നാണ് പറയണത്. എന്ത് സംഭവമായാലും ശരി, ഈ സംഭവങ്ങളും ഇതിൻ്റെ ഭവിഷ്യത്തായി വരുന്ന ഭാവി പ്രതിസന്ധികളും ഇതെല്ലാം കൂടുന്ന നമ്മുടെ ജീവിതം, ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി വചനം നൽകുന്ന ഒറ്റമൂലിയാണ് ഈ 21:36 എന്താണ്? സംഭവിക്കാതിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുകയും. എല്ലാത്തിനും ഉള്ളൊരു മറുപടിയായിട്ടാണ് പ്രാർത്ഥന വരുന്നത്. ഇത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. കാര്യം നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും, പഠിച്ചാലും, പഠനത്തിന് മാർക്ക് കുറഞ്ഞായാൽ അതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഭവിഷ്യത്ത് വരാൻ പോകണമെങ്കിലും ഇതൊന്നും നമ്മളുടെ ജീവിതത്തിൽ, നിങ്ങൾ പ്രാർത്ഥന ജീവിതമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഓർക്കണം, അതായത് പല കാര്യവും നമ്മൾ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ ദിവസങ്ങളിലുള്ള യുക്തിവാദി സംവാദങ്ങളിൽ വന്നത് ഹൃദയം കൊണ്ട് ചിന്തിക്കണമെന്ന് ഒരു ഭാഗം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അത് അവരുടെ ഒരു വിഷയം. എങ്കിലും ഞാൻ പറയണേ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതും ഏതാണ്ട് ഒരു പ്രോസസ്സ് തന്നെയാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണ ഒരു അവസ്ഥയല്ലായിരുന്നു -MA പഠിക്കുമ്പോൾ. കാരണം എനിക്കൊരു ദിവസം തന്നെ ഏതാണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും ആലുവയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനും ഒരേ ദിവസം വന്നു. നിങ്ങൾ ചിന്തിക്കണം, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും, ദൈവവിളി നഷ്ടപ്പെടും. ആലുവയിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും. ഇതിലേതെങ്കിലും ഒന്ന് ജയിച്ച് ഒന്ന് തോറ്റാൽ ദൈവവിളി കിട്ടത്തില്ല. ആലുവയിൽ നിന്നുള്ള എൻട്രൻസ് എക്സാം എനിക്ക് അറിയാൻ പാടാത്ത സബ്ജക്റ്റാണ്. കാര്യം അത് ലാറ്റിൻ ഗ്രാമറാണ്. യൂണിവേഴ്സിറ്റി എക്സാം രാവിലെ, അതേതാണ്ട് 12 മണി വരെ എഴുതിയിട്ടാണ് അവിടുന്ന് വന്നിട്ട് തിരിച്ച് വന്നിട്ട് ആലുവയിലെ എക്സാം ആലപ്പുഴ വെച്ച് എഴുതണത്. വണ്ടി ഓടി വന്നിട്ട് എഴുതുകയാണ്. തന്നെ എഴുതുന്ന സബ്ജക്റ്റ് എന്താണ്? എനിക്കറിയാൻ പാടാത്ത സബ്ജക്റ്റാണ്, ലാറ്റിൻ ഗ്രാമറാണ്.
ലാറ്റിൻ എനിക്കറിയാം, ഒരുവിധം അറിയാം. പക്ഷേ ഗ്രാമറിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. കാര്യം അങ്ങനെ ഒരു ബ്രെയിൻ അല്ല എൻ്റേത്. അതുകൊണ്ട് എനിക്ക് ആ ഗ്രാമർ പഠിച്ച കാലം ഉണ്ടായിരുന്നു. ഒരു 76 വർഷമാണ് ഞാനത് പഠിച്ചത്. എക്സാം നടക്കുന്ന 79. 76 ഞാനത് പഠിച്ചതാണ്, ഒരു കൊല്ലം പഠിച്ചതാണ്. പക്ഷേ എൻട്രൻസ് എക്സാം ഈ ഗ്രാമറിനെ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്നത് 78 79 ദാരിമിസ പഠിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം ഞാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ടച്ചിങ് ഇല്ല. ആ ലാംഗ്വേജിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര കിങ്കരന്മാരായാലും ശരി, ടച്ച് പോയി കഴിഞ്ഞാൽ ലാംഗ്വേജ് പോകും. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യത്തിൽ 0യാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ചില സമയങ്ങളുണ്ടെന്ന്. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ പഠിച്ചാലല്ലേ നമ്മൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. പഠിക്കാനുള്ള കുഞ്ഞുങ്ങളോട് നമ്മളെന്താ പറയണത്? നീ പഠിക്ക്, ദൈവം നീ താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ പറയുന്നത്, റീസണബിളായിട്ട് പറയണത്. പക്ഷേ എൻ്റെ സഹോദരൻ സത്യം പറയുന്നത് നിങ്ങൾക്കറിയാം, ബിസിനസ് ആയാലും ബാങ്കിൽ നമുക്ക് അടയ്ക്കേണ്ട തുകയായാലും ബാങ്കിന് നമ്മൾക്ക് കുറച്ച് ഗ്രാൻഡോ സബ്സിഡിയോ തന്ന് കുറച്ച് 1 day സെറ്റിൽമെൻറ്റിൽ കുറച്ച് ഇളച്ച് തന്നാലും ഇനി നമ്മുടെ ഭാഗത്ത് കാലണ ഇല്ല. എന്തു ചെയ്യും നമ്മൾ? ഇപ്പം നമുക്ക് സബ്സിഡി ഉണ്ട്, ഗ്രാൻഡ് ഉണ്ട്, ശരി, സമ്മതിച്ച്. അല്ല, മുഴുവൻ അടച്ചു തീർക്കാതെ അവർ സബ്സിഡി തരത്തില്ല, അത് വേറെ വിഷയം. ഇനി 1 day സെറ്റിൽമെൻറ്റിൽ അവർ കുറച്ചുകൂടി തുക കുറച്ചിട്ട് ബാക്കി അടക്കാൻ പറഞ്ഞാൽ ബാക്കി അടക്കാൻ നമ്മുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെ താൻ പാതിയാകണത്? പിന്നെ എങ്ങനെ ദൈവം പാതിയാകണത്? ഇപ്പം ദൈവത്തിൻ്റെ പാതിയുണ്ട്, പക്ഷെ താൻ പാതി ഇല്ല. താൻ പാതി ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് അടക്കാനുള്ള പണമായാലും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റിൽ അതുപോലെ ഈ പുതിയ കൊറോണയും ലണ്ടനിൽ സുഖപ്പെട്ടിട്ടുണ്ട്. കൃപാസന അൽത്താരയിൽ വന്ന് പ്രാർത്ഥിച്ച വ്യക്തികളുടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തികളുടെ സാക്ഷ്യം കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ഗൂഗിൾ മീറ്റ് കിടക്കുന്നത് 17 കൊല്ലമായിട്ട് മക്കളില്ല. ഓൺലൈൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ അവർ പ്രഗ്നൻ്റായി. അപ്പോൾ ഇത്രയും നാൾ മക്കളില്ലാതിരിക്കുമ്പോൾ താൻ പാതി ഇല്ല ഇവരുടെ കയ്യിൽ. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ല മക്കൾക്ക്? താൻ പാതി എന്ന് പറയാൻ ഇവിടെ കൗണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇവർക്ക് പുരുഷ ബീജമാണ്, അങ്ങനെ കൗണ്ടില്ല. അപ്പം നമ്മൾക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. 17 കൊല്ലമായിട്ട് മക്കളില്ല. ഈ ആൾ എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടനെ അവർക്ക് പ്രഗ്നൻ്റ് ആകണത് എങ്ങനെയാണ്? അവൻ്റെ അർത്ഥം എന്താണ്? താൻ പാതി അല്ല വിഷയം, കംപ്ലീറ്റ് ദൈവത്തിൽ നിന്ന് വരും. അതായത് പ്രത്യേകിച്ച് 5-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നീ സൂക്ഷ്മതയുള്ളവനാകണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നീ ആരുടെ മുമ്പിലാണ് നിൽക്കണമെന്ന് നിനക്കൊരു ബോധം ഉണ്ടാകണം. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആരോടാണ് പ്രാർത്ഥിക്കണത്? ഒക്കട്ടെന്നല്ല, ആരോടാണ് പ്രാർത്ഥിക്കണത്, അവൻ ആരാണ്? ദൈവത്തെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം. ദൈവത്തെക്കുറിച്ചുള്ള ബോധം, ചെയ്യുന്ന പ്രവൃത്തിയാകുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ബോധം, അതിന് തക്ക വിശ്വാസം. ഇങ്ങനെ തക്ക വിശ്വാസം. ഇപ്പം വെറുതെ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ. ഇപ്പം സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം. അവന് മുടന്തനോട് എന്താ പറയണത്? ഈശോ നോക്കിയിട്ട് എന്താ പറയണത്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടെന്ന് അറിഞ്ഞ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അപ്പോഴേ തക്ക വിശ്വാസമല്ല, അതായത് വിശ്വാസം ഒരു സമയം കഴിയുമ്പോൾ തക്ക വിശ്വാസമായി മാറണം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, കർത്താവേ, ഓരോ വിഷയത്തിലും
അങ്ങയുടെ തിരുസന്നിധിയിൽ നിർത്തപ്പെടുമ്പോൾ ആവശ്യമായ തക്ക വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധവരകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ, രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്താൻ പോകുന്ന സമയമാണ്. ഉദരരോഗമുള്ളവർ ഉദരത്തിലും, ശിരസ് സംബന്ധമായ രോഗമുള്ളവർ ശിരസ്സിലും, ശ്വാസകോശ രോഗമുള്ളവരും കരൾ രോഗമുള്ളവരും ഹൃദയരോഗമുള്ളവരും നെഞ്ചിലും, സർവാംഗ രോഗമുള്ളവർ സ്വസ്തികയായിട്ട് നെഞ്ച് പിണച്ച് കൈ പിണച്ച് നെഞ്ചിൻ്റെ ഒപ്പം വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധി അങ്ങയുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ 35 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗാതുരമായ ഇടങ്ങളിൽ കണ്ണുനീരോടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് കണ്ണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവ്, അനേകം മക്കളെ വേദനയോടെ ഈ നിമിഷം ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിത അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഇപ്പോൾ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആകാശത്ത് മഴയും മഞ്ഞും നിവദിക്കുന്ന പോലെ ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം ആ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവ്, കൃപാസന നടത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ വർഷമെല്ലാം ഇവിടെ അർപ്പിക്കപ്പെട്ടുള്ള ആരാധനയുടെ ശക്തിയാൽ യേശുക്രിസ്തു നാമത്തെ രോഗങ്ങളും തീരാ ജീവ ദുരിതങ്ങളും തടസ്സങ്ങളും യേശു നാമത്തെ മാറിപ്പോകട്ടെ കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. സമാപനാശീർവാദം മുട്ടിൽ നിന്ന് ആശീർവാദം മേടിക്കുക. സമാപനാശീർവാദം മുട്ടിൽ നിന്ന് കൈകൾ കൂപ്പി ആശീർവാദം മേടിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എപ്പോഴും മൗനമായി ഓർക്കാം. ആവശ്യത്തിന് മേലും കർത്താവിൻ്റെ ആശീർവാദം ലഭിക്കുന്നതാണ്.
എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.